ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ, അദ്ദേഹത്തിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, ഇതെല്ലാം കണ്ടപ്പോഴെനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് സ്നേഹമുള്ള സിംഹം എന്ന് പറയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ജോസ് പ്രകാശ് സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം എവിടെ തുടങ്ങുന്നു, എങ്ങനെയായിരുന്നു? അദ്ദേഹം വളരെ സീനിയർ നടനാണ് ഇന്നിപ്പം ഞാൻ പറയാതെ തന്നെ അറിയാം. ശങ്കരൻ നായർ സാറ് ആണ് എൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരം പോയി കാണുന്ന വ്യക്തികളിൽ ഒരാൾ ബേബിച്ചാനാണ്, ജോസ് പ്രകാശ് സാറ്. കാരണം സ്വാമീസ് ലോഡ്ജിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, ശങ്കരാടി സാറ്, ബേബിച്ചായൻ, ഇവരെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഈ പഴയ കാലത്ത് നാടക കാര്യങ്ങൾ മറ്റെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. മാത്രമല്ല, ഞാൻ TS കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തനോട് വർക്ക് ചെയ്യുമ്പോൾ ബേബിച്ചായനെ കുറിച്ച് കൂടുതൽ പറയും. പുള്ളിക്കാരൻ നല്ല ഗായകനാണ്, മനോഹരമായ ഹിന്ദി പാട്ടുകൾ എന്ത് ആസ്വാദ്യമായിട്ട് പാടുന്നറിയോ. അല്ല, അത് ആ പാരമ്പര്യം കറിയാച്ചനുണ്ട്. പിന്നെ കറിയാച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ കറിയാച്ചൻ, അതായത് പറയാൻ വെച്ചാൽ കറിയാച്ചൻ ഇദ്ദേഹത്തിന് പ്രേം പ്രകാശ് എന്ന് വിളിക്കുന്ന അത്ര ഒരു ചുരുക്കാണ് പുള്ളി, അയാൾ ഇഷ്ടമല്ല. അതാ മുഖത്ത് കാണാതെ എന്തോ പുള്ളിക്കാരുടെ. ഞാൻ കുറെ നേരമായിട്ട് ചുരുക്ക് വാങ്ങിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കാണുന്നത് ഒന്ന് തിക്കുറിശി മാമൻ, അദ്ദേഹം തിക്കുറിശി തിരുവനന്തപുരത്തപ്പുറത്താണ്. അപ്പം മാമനോട് സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ച് പിള്ളേരോട് സംസാരിക്കുമ്പോൾ പുള്ളി ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും, ആ രീതി. പിന്നെ കുറച്ച് അറിവുകൾ കിട്ടണമെങ്കിൽ ബേബിച്ചാൻ്റെ കൂടണം, പാട്ടും കിട്ടും. ശങ്കരാടി സാറിൻ്റെ അടുത്ത് റൂമിൽ പോയാൽ ഞാൻ സ്വാമീസ് ലോഡ്ജിൽ അങ്ങോട്ടും കയറി കിടങ്ങി നടക്കും. കാരണം നല്ല നാടരി ചോറും തയ്യൻകുട്ടിയൊക്കെ ഭക്ഷണം കഴിക്കും. സ്വാമീസ് ഈ സിനിമ അതെ ഉഗ്ര. അത് ഞാൻ ബേബിച്ചാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല മീൻകറി. എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. അത് പുള്ളിക്കാരൻ്റെ ഭാര്യയെക്കുറിച്ച് പറയും. എന്താ ഭാര്യയുടെ പേരെന്താ പറയുന്നത്? സിനിമ എന്ന് പറയും. മാത്രമല്ല വേറെ ഇടയ്ക്കെന്ന് പറയുക, ഇദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബലാത്സംഗം അഭിനയിക്കുന്ന പുള്ളിക്കാരത്തെ ഇഷ്ടമല്ല. ആർക്ക്? ചിന്നമ്മ എന്ന് പറഞ്ഞാൽ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ, ചേച്ചിയുടെ പേരാ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. അത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും. അതൊക്കെ ബേബിച്ചായനോട് പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ അത് വില്ലനാകുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ? എൻ്റെ അടുത്ത് പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ഞാൻ കൊന്നിട്ട് ചെന്നാലും ഒരു പ്രശ്നമില്ല, പിടിച്ചു പറിച്ചിട്ട് ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമയിൽ ഞാൻ ഈ രീതിയിൽ ചെയ്തു, ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വീട്ടിൽ പറയില്ല, എൻ്റെ വേഷം ചെയ്തെന്ന് പറയില്ല. പിന്നെ പുള്ളിക്കാരത്തി അങ്ങനെ അല്ലേ, കുടുംബകലം ഉണ്ടായെങ്കിലോ. സത്യം, ഇതൊക്കെ പറയുന്നു, തുറന്നു പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് 100 നോട്ട് ഏതാണ്ട് നമ്മുടെ സിനിമാ പോസ്റ്ററിന്റെ 6 ഷീറ്റിന്റെ ഒക്കെ ക്വാർട്ടർ ഷീറ്റിന്റെ അത്ര വലിപ്പം, 100 നോട്ട്. അത് വേവിച്ചാൻ പറയും, ഇത് കണ്ട 100, ഇത് കിട്ടണമെങ്കിൽ, ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ബേബിച്ചാനെ കുറിച്ചുള്ള അനുസ്മരണമാണെങ്കിൽ ഒരു കാര്യം പറയണം, ഉറപ്പായിട്ടും പറയും. ഈ രവികുമാറിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൊളത്തൂപ്പുഴ രവീന്ദ്രൻ, ഞങ്ങളുടെ അഞ്ചലും കുളത്തൂപ്പുഴ അടുത്തടുത്ത. അപ്പോൾ ഞങ്ങളവിടെ 5-20 കിലോമീറ്ററാണ് കുളത്തൂപ്പുഴ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ പോകും. ഞാൻ എന്നെക്കാളും പ്രായത്തിൽ കൂടുതലാണെങ്കിലും ഞാൻ ഇടാപാടാ വിളിക്കുന്നത്. അവൻ എന്നെ നല്ലപോലെ തിക്കുരിശുമാൻ വിളിക്കുന്ന മാതിരി നല്ല ഭാഷയിൽ ചീത്തയും വിളിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിൻ്റെ ഡയറക്ടറോടാ എനിക്ക് എന്തെങ്കിലും വേഷം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മദനോത്സവത്തിൽ വേഷം വാങ്ങിക്കാൻ ഡബ്ബിങ് അല്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അതിനകത്ത് വേഷമൊന്നുമില്ല പറഞ്ഞു. നല്ലൊരു ഡബ്ബിങ്ങിനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോയത് ഉള്ളതാണ്, കടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടേ ഇതുപോലെ ഒരു മാനേജർക്കൊരു വേഷമുണ്ട് ഡബ്ബിങ്, നീ ചെയ്യാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭയങ്കര തെറി. രാവിലെ വന്നു, രാവിലെ വീട്ടിൽ വന്നിട്ട് വൈഫ് എന്താ വഴക്ക് പറഞ്ഞു, വന്നിട്ട് ആ ഡബ്ബ് ചെയ്തു. അതിനുശേഷം ഈ രവികുമാർ ഒരു കാലത്ത് കത്തി നിൽക്കുന്ന നടനല്ലേ, അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യുന്നത് ഈ രവീന്ദ്രനായിരുന്നു, കുളത്തൂപ്പുഴ രവീന്ദ്രൻ. അതറിയാമല്ലോ. ഇവിടെ ഓർമ്മയിലെന്നും രവീന്ദ്രൻ മാസ്റ്റർ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, കൈതപ്പുറം തിരുമേനി രവീന്ദ്രൻ മാസ്റ്റർ ഭാര്യയൊക്കെ വന്നിരുന്നു. ആ എപ്പിസോഡിൽ നമ്മൾ പാട്ട് പറയുന്നതിന്റെ ഏതാണ്ട് അത്രയും തന്നെ പ്രസക്തമായിട്ട് അദ്ദേഹം ഡബ്ബ് ചെയ്ത സിനിമകളെ കുറിച്ചും, അപ്പം രവികുമാർ സാറിനെ പറ്റി ഒരുപാട് ആ എപ്പിസോഡിൽ റെഫറൻസ് വന്നിട്ടുണ്ട്. ആ കാലഘട്ടം പറയുമ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് ഉണ്ടായിരുന്നു, കൈതപ്പുറം തിരുമേനി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിന് തൊട്ട് മുമ്പായിട്ട് ഒരു സമയത്ത് മുഴുവൻ ഇപ്പോ ജോസ് പ്രകാശ് സാറ് പാടുന്ന അഭിനയത്തിലോട്ട് വന്നു, ഇത് ഡബ്ബിംഗ് ആയിരുന്നു, ഡബ്ബിംഗ് എന്ന് പാട്ടിലോട്ട് വന്നു. അപ്പൊ അത് പറയുമ്പോൾ ഒരുപാട് ഇത് പറഞ്ഞു. അതിന്റെ പിന്നില് രവികുമാരോട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ബലാത്സംഗത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം, ഞാൻ കൃഷ്ണൻ നായർ സാറിന്റെ സുപ്രഭാതം എന്ന പടത്തിൽ അഭിനയിച്ചു. ഞാനും വിൻസെന്റും വില്ലന്മാരാണ്. ചെങ്കൽപ്പേട്ടയിൽ ഔട്ട്ഡോറാണ്. അതിൽ ഞാനും വിൻസെന്റും കൂടെ സാധനയെ റേപ്പ് ചെയ്യണം. ഒരു കുന്നിൻ്റെ മുകളിൽ പോയി
ഈ റേപ്പ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, അത് ഞാനും മിൻസിന് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ പിടിക്കുന്നു എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണൻ നായർ സാർ പറയാ, ജോസ് പ്രകാശിന്റെ അനിയനായിട്ട് റേപ്പ് ചെയ്യാൻ അറിയാൻ മേല. എന്നാ അതെ എടോ, ആ ബ്ലൗസ് പിടിച്ചൊരു ഒന്ന് വലിക്ക്, പിന്നെ എന്നെ കൊണ്ട് ആ ബ്ലൗസ് സാധന കേട്ടോ. അവരൊക്കെ മരിച്ചുപോയി. സുപ്രഭാത പടം. അതിപ്പോ ഈ ബലാത്സംഗം പറഞ്ഞപ്പോഴാ ഓർക്കുന്നത്. അയ്യോ പുള്ളിക്കാരൻ അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ജോസ് പ്രകാശ് സാർ അന്ന് വീട്ടിൽ ചെല്ലുമ്പം സിനിമേന്റെ വഴക്കുണ്ടാക്കുന്ന പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അവിടെ അത്ര എത്തിയില്ല. ഇതില്ലല്ലേ എത്തിയില്ല. ആരൊരു കാര്യം പറയാനുണ്ട്. ജോസ് പ്രകാശ് മിസ്സസിന്റെ കാര്യം ഞങ്ങൾ അമ്മച്ചി എന്നാ വിളിക്കുക. ജീവിതത്തില് അവരുടെ വീട്ടില് ഉണ്ടാക്കണ വെള്ളപ്പം പാലപ്പോന്ന് ഞങ്ങൾ സത്യമാണ്. ഞാൻ രാജന്റെ പടം അതല്ല, ജീവിതത്തിൽ ആ ടേസ്റ്റില് ഞാൻ ഇതുവരെ സത്യമാണത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ രാജൻ വീട്ടിൽ വിളിച്ചോണ്ട് പോകും. വീട്ടിൽ വിളിച്ചോണ്ട് പോകും. ഞാൻ പറയാം അമ്മച്ചിയോട് ചെയ്യാൻ പറയുന്നു. പക്ഷേ നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ചീത്ത പറയും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ സ്മാളൊന്നും അടിക്കാൻ നോക്കില്ല. അമ്മച്ചിക്ക് അവിടെ സ്മാൾ അടിക്കുക, അത് പപ്പ അടിച്ചാലും ഇഷ്ടമുള്ള വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയാം അമ്മച്ചി ഇതൊക്കെ കഴിക്കണമെങ്കിൽ 2 എണ്ണം അടിച്ചാലോ ഒക്കുള്ളൂ, നീയാണ് കുറെയൊക്കെ ചീത്തയാക്കണം എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയും. ഈ പാലപ്പം കഴിക്കാനായിട്ട്. ഈ പ്രേം നസീറൊക്കെ എറണാകുളത്ത് വരുമ്പം നിർബന്ധമായിട്ട് അല്ല, ഞാൻ അവിടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റു എഴുതി കൊടുത്ത് വെച്ചത് ഈ ഐറ്റം കഴിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്നു. അങ്ങേരെ കൈപ്പട ചേച്ചി നല്ല പ്രൈം മിനിസ്റ്റർ കഴിച്ചിട്ട് നെഹ്റു വീട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചി നല്ല കുക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ മീനും ചിക്കനും അതൊക്കെ വെച്ച് നല്ല മുളകിട്ട മീൻകറി. അയ്യോ, മീൻകറി നന്നായിട്ട് കഴിച്ചെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ബേബിച്ചായന്റെ മകൻ രാജൻ ജോസഫാണ് ഉപഹാരം എന്ന സിനിമ എടുത്തത്. ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിന് മുമ്പ് ബേബിച്ചായനോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോകാതെ പറയുക. അപ്പോൾ കൂടുതൽ ഷൂട്ടിങ് ഈ വീട്ടിൽ ഉപഹാരത്തിൻ്റെ ഷൂട്ടിങ് അവിടെ ആയിരുന്നു. നമ്മുടെ വളഞ്ഞമ്പലം, എറണാകുളത്ത് വളഞ്ഞമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെയാണ് വീട്. ആ വീടിന് മുമ്പിൽ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലുമായി 2 സ്തൂപങ്ങളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കണ്ടാൽ നമുക്ക് അറിയാം ബേബിച്ചാൻ്റെ വീടാണ്. പിന്നെ ഈ അവർക്ക് രാജന് ഒരു ഡ്രൈ ക്ലീൻ കടയുണ്ടായിരുന്നു, ജോസ് ജംഗ്ഷൻ. ജോസ് പ്രകാശ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജയനൊക്കെ വന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അവിടെ ശാപമോക്ഷം എന്ന പടത്തിൽ ജയസി സാറാണ് അദ്ദേഹത്തിന് ജയനെന്ന പേര് മാറ്റിയത്. അല്ല, അത് ബേബിച്ചാന പറഞ്ഞൂടെ ഇപ്പം. അത് ആരെന്ത് പറഞ്ഞാലും അവനെ ഖണ്ഡിക്കാൻ പോവില്ല. അതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി. ഞാനാണ് വെച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. തർക്കിക്കാൻ നിൽക്കുന്നില്ല. മാത്രം ഇനി വേർന്ന് വെക്കണോ ചരടി, ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കാലത്ത് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന അഭിനയിക്കുന്ന ആളിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു മഹാമനസ്കത ബേബിച്ചാനിൽ നമ്മൾ കണ്ടുപഠിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല പെർഫോം ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ചെയ്യണത് നിൽക്കുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു ഡമ്മിയായിട്ട് നിന്നാലോ, ഞാൻ എന്തുവാ പരാക്രമം കാണിച്ചാലും അതെയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതെനിക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കൂട്ടുള്ള കിളിയുന്ന ഒരു സിനിമയിൽ ബേബിച്ചാൻ രാമൻ നായർ എന്നൊരു രാഷ്ട്രീയ നേതാവ്, മമ്മൂട്ടി RDO ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരന്മാർക്ക് എന്തും പ്രകടിപ്പിക്കാമല്ലോ. അതിന് എനിക്ക് ബേബിച്ചാൻ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കൂട്ടുള്ള കിളിയിൽ വിജയ മൂവീസാണ് എടുത്തത് ഞാൻ ചക്കരമ്മയ്ക്ക് ശേഷം. അപ്പോൾ ഈ എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഇത്. അങ്ങനെ മമ്മൂട്ടിയുമായിട്ട് പുള്ളി കൊണ്ട് ഒരു വാഗ്വാദമുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പുള്ളിയാണ് കേരളം കണ്ടുപിടിച്ച മാതിരി ആ ബേബിച്ചാൻ്റെ ഒരു പെർഫോമൻസ്. ഇതിനകത്ത് അതിൽ ബലാത്സംഗം പറ്റുന്നതല്ലോ. ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് അപ്പം മമ്മൂട്ടിക്ക് തിരിച്ച് ഡയലോഗ് പറയാം, പക്ഷെ പറയില്ല. അപ്പം അതിന് ശേഷം മമ്മൂട്ടിയെ പറ്റി പറയുകയാണ്, എൻ്റെ പൊന്നു സാജ മമ്മൂട്ടിയുടെ ചില സൈലൻ്റ് നോട്ടം ഉണ്ടല്ലോ, അപ്പം എനിക്കങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തോന്നുവാണ്, ആവശ്യം കൊള്ളുവാണ്. സത്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആക്ടർ സൈലൻ്റ് റിയാക്ഷൻ ആയാലും മമ്മൂട്ടിയുടെ സൈലൻ്റ് റിയാക്ഷന് ഭയങ്കരമായിട്ട് പോഴ്ത്തി പറഞ്ഞ് കൂട്ടുള്ള കണ്ടോ എപ്പോഴെങ്കിലും ഓർത്തു നോക്കൂ. അതുപോലെ ആ കാലത്തുള്ള നെല്ലിക്കോട് ഭാസ്കരനെ പറ്റി ഉമാരോജി താമസിക്കുകയാണ് അല്ലേ, സ്വാമി സലോജിൽ ഭാസ്കരനെ പറ്റി, ഭാസ്കരൻ പഴയ നാടകനാണ്, അറിയാം നെല്ലിക്കോട് ഭാസ്കരൻ. പിന്നെ അപ്പൊ അദ്ദേഹത്തെ പറ്റി, ശങ്കരാടി ചേട്ടനെ പറ്റി, ശങ്കരാടി ചേട്ടൻ അപ്പുറത്തുണ്ട്. ഇത് ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും പരസ്പരം ഇത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇനിമേലാണെങ്കിൽ ശത്രുത എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ കൊടും ശത്രുതയാണ്. ഈ അവസരത്തിൽ നമുക്ക് എറണാകുളംകാരൻ അല്ലെങ്കിൽ ജോസ് പ്രകാശ് സാറിന്റെ ഒക്കെ ഒരുപാട് ഒപ്പം കാണുകയും പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, തിരക്കഥാകൃത്ത്, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള SN സ്വാമി സാർ ജോസ് പ്രകാശ് സാറിനെ ഓർക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ
എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുമാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അവസാനം ഒന്നും ഇല്ലാത്തവരായി പോയിട്ടുണ്ട്. ജോസ് പ്രകാശ് അങ്ങനെയല്ല. തൻ്റെ ജോലി, അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം കൃത്യമായി മുടക്കി മക്കൾക്ക് വേണ്ടി അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അവരിന്ന് വളരെ പ്രോസ്പെറിറ്റിയിലാണ് ജോസിന്റെ മക്കൾ രണ്ടുപേരും. അപ്പോൾ ഈ ജോസ് പ്രകാശിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിലെ വില്ലനോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ, പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും നല്ല ഹീറോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഈ പറയണ പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ ഓർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ബേബിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ്. കാരണം വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ്. ജോസ് പ്രകാശിനെ ആരും മറക്കില്ല അങ്ങനെ വരും. അപ്പൊ ഈ ഒരുപാട് പേർക്ക് അദ്ദേഹം എക്സാമ്പിൾ ആവേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രവർത്തികളാകേണ്ടതാണ്.